നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടപ്പെട്ട ഒരാൾ പോകുമ്പോൾ കഷ്ടപ്പെട്ട് ബായ് പറയേണ്ട ഒരു സിറ്റുവേഷൻ? ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒരു ഹാർഡസ്റ്റ് ബായ് പറയുന്ന ഒരു വ്ളോഗാണ്. ബായ് 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 നമ്മ അബുദാബി പോയെന്ന് പറ. അതെ, ഇന്ന് ഈ 2 കുട്ടി പട്ടാളം അബുദാബിയിലേക്ക് പോയി. ആരെങ്കിലും ഒന്ന് പോകുന്നുണ്ട് കേട്ടാൽ മതി, പിന്നെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെയായിരിക്കും. ബീഫ്, കൽമക്കായ്, ഉന്നക്കായ്, കായട, എന്തെന്നില്ലാത്ത ഐറ്റംസ് ആയിരിക്കും ഫ്രിഡ്ജ് നിറച്ചും. പക്ഷെ ആ ബാഗ് പാക്കിങ് കാണാൻ തന്നെ എന്തോ രസമാണ്. നമുക്കുള്ളതല്ല, വേറെ ആൾക്കാർക്കാണ്. പക്ഷെ ഇപ്രാവശ്യം അത്ര രസം ഉണ്ടായിട്ടില്ല. കാരണം ഈ കുട്ടിപ്പട്ടാളം ഇനി കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല, അടുത്തുണ്ടാവില്ല, കളിക്കാനുണ്ടാവില്ല, നോക്കാനുണ്ടാവില്ല. എൻ്റേത് എന്ന് പറഞ്ഞത് എൻ്റെ അടുത്തുനിന്ന് പോകുന്ന പറയുന്ന ഒരു ഹാർഡസ്റ്റ് ഫീലിംഗ് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിന്, ഇല്ല ചിരിച്ചിട്ട് വെക്കണം, കരയരുത്, ഓക്കെ ആയിട്ട് വെക്കണം, കുട്ടികൾക്ക് എന്താന്ന് മനസ്സിലാവരുത്, ആ നാണം കിടയരുത്, നല്ല ഓക്കെ ആണ്. എല്ലാം ചോദിക്കും, അപ്പു കരയില്ലല്ലോ, അപ്പു കരയില്ലല്ലോ. ഏയ് എന്തിന്? പക്ഷേ ആ ഒരു മൊമെൻ്റ് എത്തുമ്പം അവരോട് ഇങ്ങനെ ബായ് പറയുമ്പം ഇനി അടുത്തുണ്ടാവില്ല എന്നാലോചിക്കുമ്പം എന്തോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അറിയാണ്ട് അങ്ങ് പുറത്തോട്ടേക്ക് വന്നു പോകും. ഐ നോ അവരവിടെ പോയി ഇങ്ങനെ ഹാപ്പി ആയിരിക്കും, അടിച്ചു പൊളിക്കും, എൻജോയ് ചെയ്യും. പക്ഷേ ഉള്ളിലൊരു ഫീല് അവരതിന് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ എടുക്കൂലേ, എന്നെ മറക്കുമോ, അവർ ഈ സ്മൈൽ എൻ്റെ മുമ്പിൽ കാണിക്കൂലേ, അവരതിന് വരുമ്പോഴത്തേക്ക് വലുതാവുമോ, എന്തോ ഒരു സെക്കൻഡ് മദർ ഫീലാണ്. കാരണം ചെറുപ്പം മുതലേ ഒന്നിച്ചുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പം ഒരു സെക്കൻഡ് മദർ ഒരു നമ്മളെ കൈമന്ന് ഇങ്ങനെ പോവോ എന്തെല്ലാം ഒരു ഫീലാണ്. ബട്ട് സ്റ്റിൽ എല്ലാം അടിപൊളിയായി കഴിഞ്ഞ് അവരങ്ങെത്തി, അവർ ഹാപ്പി.